ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സെൻറ്ററിൽ സഫാരിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഉണ്ടല്ലേ, സഫാരി വണ്ടികളൊക്കെ റെഡിയാണ്, അതിലൊക്കെ സെറ്റപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ളൊരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ബസ്സുകളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഭയങ്കര ക്യൂ ആണ്. ഏരിയയിൽ ഇതാ ഇവിടെയാണ് ബസ്സെല്ലാം പാർക്ക് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ബസ്സുകൾ. കഴിഞ്ഞ ദിവസത്തെ യാത്ര കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കായിരുന്നു. നീലഗിരി ബയോസ്ഫിയറിൻ്റെ അണ്ടറിൽ വരുന്ന വലിയ ഒരു ഫോറസ്റ്റ് റിസർവാണ് ബന്ദിപ്പൂർ. വയനാട് വന്യജീവി സങ്കേതം, അതുപോലെ തമിഴ്നാട്ടിലെ മുതുമല ടൈഗർ റിസർവ്, ഇതെല്ലാം ബന്ദിപ്പൂരിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ ഒരു റിസർവ് ഫോറസ്റ്റുകളാണ്. അതിരാവിലെ പൊന്മുണ്ടത്ത് നിന്ന് പുറപ്പെട്ട് നിലമ്പൂർ വഴി നാടുകാണി ചുരം കയറി ഗൂഡല്ലൂർ വഴിയാണ് ബന്ദിപ്പൂരിലേക്ക് യാത്ര ചെയ്തത്. നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആയിരുന്നു, സുഖസുന്ദരമായ യാത്ര. റിസർവ് ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ആദ്യം മുതുമലൈ ടൈഗർ റിസർവിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നിരവധി മൃഗങ്ങളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. മുതുകല റിസർവ് ഫോറസ്റ്റും കടന്ന് പിന്നീടാണ് നമ്മൾ ബന്ദിപ്പൂരിലേക്ക് കടക്കുന്നത്. സഫാരി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വണ്ടിയിലുള്ളത് ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ടീമുണ്ട്. ഹായ് 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 കയ്യേറ്റ റസൂടെ. ബന്ദിപ്പൂരിലെ പ്രധാന ആകർഷണം അവിടുത്തെ ജംഗിൾ സഫാരിയാണ്. സഫാരിക്ക് വിവിധ ഓപ്ഷനുകളുണ്ട്. ചെറിയ വാഹനങ്ങളായ ജിപ്സി, ക്യാമ്പർ, അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ബസ് എന്നീ ബുക്കിംഗ് ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. ഞങ്ങൾ 12 പേരുണ്ടായതുകൊണ്ട് തന്നെ ബസ്സാണ് ഓപ്റ്റ് ചെയ്തത്. നല്ല ബസ്സാണ്, യാത്രക്കൊക്കെ നല്ല സുഖമാണ്. അതുമാത്രമല്ല ഫുൾ സൈഡെല്ലാം ഓപ്പണാണ്. ഫോട്ടോ, വീഡിയോ എടുക്കാനും മൃഗങ്ങളുടെ സൈറ്റിങ്സൊക്കെ കൃത്യമായിട്ട് കാണാനും സാധിക്കുന്ന തരത്തിലാണ് വാഹനം സജ്ജീകരിച്ചിട്ടുള്ളത്. വാഹനത്തിൽ നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടാവും, പിന്നെ ഡ്രൈവറും ഉണ്ടാവും. സഫാരി പുറപ്പെട്ട് ഡീപ്പ് ഫോറസ്റ്റിനകത്തേക്ക് പ്രവേശിച്ച് ഗൈഡ് നിർദ്ദേശങ്ങളെല്ലാം നൽകി സഫാരിയിൽ അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ പിന്നെ കാണുന്നത് ഒരു എലിഫൻ്റ് ഫാമിലിയാണ്, ആനക്കൂട്ടം. അതിൽ വലിയ ആനയുണ്ട്, ചെറിയ ബേബി എലിഫൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു 4 എണ്ണം ഒരുമിച്ച് വരുന്നതാണ് കണ്ടത്. വാഹനം അവിടെ നിർത്തി കുറേ നേരം അവരുടെ കുസൃതികളൊക്കെ കണ്ടു നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ വലിയ ഒരു എലിഫൻ്റ് നമ്മുടെ വാഹനത്തിന് പുറകിലൂടെ ഇപ്പുറത്തെ റോഡിൻ്റെ സൈഡിലേക്ക് ക്രോസ് ചെയ്തു. പിന്നീട് മുന്നോട്ട് പോയപ്പോൾ നിരവധി ആനകളെ കാണാൻ സാധിച്ചു. ഒരു 2 ദിവസത്തേക്കൊക്കെ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഓപ്ഷനും അവൈലബിൾ ആണ്. കോട്ടേജസ്, അതും പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ്. ബുക്കിംഗ് വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
അടി അടി ഇതൊക്കെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കിട്ടിയത് ഈ റോഡിന്റെ സൈഡിലാണ് അതാ മാന്. ഒറിജിനൽ ബ്ലൂ, റോയൽ ബ്ലൂ ആണ്.